എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തോളൂ. ഞാനെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ വിവരക്കേടോ പാടി ഇനി വിവരക്കേടും പ്രസംഗിക്കരുതേ എന്നുള്ളതാണ്. ആ വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ആരെക്കുറിച്ചാണ് എന്ന് ചോദിക്കും. ഒരു പെന്തക്കോസ്ത് ഗായിക അല്ലെങ്കിൽ അവർ വർഷിപ്പ് ലീഡർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി 4 വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിന്റെ ചില പരാമർശങ്ങളും ആ പാട്ട് ക്രിസ്ത്യാനികളെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നും ആ ക്രിസ്ത്യാനികൾ ആ പാട്ടിന്റെ കപടമുഖം തിരിച്ചറിയണമെന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് ആദ്യം ആ പാട്ട് പാടിയ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഈ പാട്ട് റജി നാരായണൻ എന്ന സംഗീത സംവിധായകൻ സ്വന്തമായി എഴുതി മനോരമ മ്യൂസിക്കിന് വേണ്ടി ഒരുക്കിയ പാട്ടാണ് ഈ അന്ത്യകാലാഭിഷേകം എന്നുള്ള തുടങ്ങുന്ന പാട്ട്. ഈ പാട്ട് പാടിയത് പാസ്റ്റർ KT തോമസിന്റെ മകളും AP ജോണിന്റെ ഭാര്യയുമായ പെർസീസ് ജോൺ എന്നുള്ള ഒരു സഹോദരിയാണ്. സഹോദരി ഈ പാട്ട് പാടുന്നത് ഏകദേശം ഒരു 4 വർഷം മുമ്പാണ്. ഞാൻ ഈ 4 വർഷം മുമ്പും ഈ പാട്ട് കേട്ടതാണ്. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമായി ഏകദേശം 10 ലക്ഷത്തോളം പേർ കണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇനി കേൾക്കുമ്പോൾ ഞാൻ ഒരു 4 വർഷം മുമ്പ് ഈ പാട്ട് കേട്ടപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട ഒരു സ്ത്രീ പാടുന്ന ഒരു പാട്ടായിരിക്കും ആദ്യം ഫീൽ ചെയ്തത്. പിന്നെ ഈ പാട്ട് പാടിയത് ആരെന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യം ആ പാട്ട് സ്റ്റേജ് കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് അറിഞ്ഞത് ഒരു പാസ്റ്ററുടെ ഭാര്യയും 3 ആൺമക്കളുടെ അമ്മയുമാണ്. ഏകദേശം 40 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരിയാണെന്ന് അറിയപ്പെടുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. പക്ഷെ ആ പ്രായത്തിന്റെ ആധിക്യം കൊണ്ടാണോ ശബ്ദത്തിൽ ഒരു ഇടർച്ച പോലെ ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ ഗായികയ്ക്കുള്ള ശബ്ദമല്ല ആ സഹോദരിക്കുള്ളത്. വ്യത്യസ്തമായ ശബ്ദമാണ്. എനിക്ക് ഈ അവരെ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെ അന്തരിച്ചു പോയ ഗായിക സ്വർണ്ണലതയാണ്. ആ സ്വർണ്ണലതയാണ് ഇങ്ങനത്തുള്ള പാട്ടുകൾ പാടുന്ന, ഈ മദ്യപിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നാടോടി തരത്തിലുള്ള ഗാനങ്ങൾ പാടുന്നത്. എനിക്ക് അവരോടൊപ്പം ഞാൻ ഇവരെ ഉപമിക്കുന്നില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഈ സഹോദരിയുടെ ഈ പാട്ടിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നമുക്ക് അതിനോട് പറയാം. ഞാൻ പാടാൻ പോകുന്ന പാട്ട് വെറും ഒരു പാട്ടല്ല, അതൊരു പ്രവചനമാണ്. ഒരു പ്രവചന പാട്ടാണ്. ചരിത്രത്തിൽ അല്ലെ ദൈവവചനത്തിൽ വായിക്കുന്ന 2-3 സംഭവങ്ങൾ മാത്രമല്ല, പക്ഷെ അത് ചരിത്രത്തിൽ നടന്ന പോലെ ദൈവവചനത്തിൽ നടന്ന സംഭവങ്ങൾ ദൈവം ആവർത്തിക്കാൻ പോവാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ മഹത്വം നമ്മൾ ഈ ദേശത്ത് കാണാൻ പോകുവാണ്. ഈ പാട്ട് ദൈവം എനിക്ക് പാടാൻ കൃപ നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. അതിന്റെ പുറയിൽ ഒരു സീക്രട്ട് ഉണ്ട്, ഒരു രഹസ്യമുണ്ട്. 18 വർഷം മുന്നേ ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് വന്ന് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ദേശത്തിന്റെ, ഭാരതദേശത്തിന്റെ ഉണർവിനെ പറ്റി ദൈവം എന്നോട് വെളിപ്പെടുത്തിയതാണ്. 18 വർഷം മുന്നേ, കഴിഞ്ഞ 18 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി, ഭാരതദേശത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് ദൈവം ഈ പാട്ട് എനിക്ക് തന്നെ പ്രവചനാത്മാവിൽ പാടുവാൻ ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് അത് ലോകമെമ്പാടും ഇത് പാടിക്കൊണ്ടിരിക്കുവാണ്. പരിശുദ്ധാത്മാവ് ഈ പാട്ട് പാടുമ്പോൾ ഇറങ്ങി വന്ന് ഞാൻ അനേക സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്, അനേക രോഗസൗഖ്യങ്ങൾ ഉണ്ടായത് കേട്ടിട്ടുണ്ട്. വചനങ്ങൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുവാനും വേണ്ടിയാണ് ഈ പാട്ട് എനിക്ക് തന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ പാട്ട് ഭാരതദേശത്തിന്റെ ഉണർവിനായി ദൈവം അവർക്ക് കൊടുത്ത ഒരു കൃപ എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ പാട്ട് പാടിയപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, അനേകം രോഗികളെ സൗഖ്യമാക്കിയതായും അവർ പറയുന്നു. അത് നമുക്കൊന്ന് കേട്ടുപോകാം. രോഗസൗഖ്യങ്ങൾ ഉണ്ടായത് കേട്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർ വീട്ടിൽ പാടി അഭിഷേകം പ്രാപിച്ച്, ആരും തലേ കൈവെക്കാത്തതിന് അന്യഭാഷയുടെ വരം പ്രാപിച്ച് അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അങ്ങനത്തെ അനേക അമ്മമാരെന്റെ അടുത്ത് വന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരിയെ പറ്റി ഞാൻ കേട്ടത്, പാടിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ട്യൂമർ, വലിയൊരു ട്യൂമർ ഡിസപ്പിയർ ആയിപ്പോയി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അവർ ദൈവവചനം കേട്ട് മാനസാന്തരം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവിക സഭയിൽ അവർ സഭായോഗങ്ങളിൽ കൂടി അവിടുത്തെ വചനങ്ങൾ കേട്ട് പഠിച്ച് അനുസരിച്ച് ആ വേളയിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് വരുന്നത്. അതിനാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. യേശുക്രിസ്തു തന്റെ പാവങ്ങൾ സ്നാപക യോഹന്നാനോട് ഏറ്റുപറഞ്ഞ് വെള്ളത്താൽ ഏറ്റപ്പോഴാണ് യേശുക്രിസ്തുവിന് പരിശുദ്ധാഭിഷേകം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു പാട്ട് കേട്ട്, അതൊരു വിവരക്കേടിന്റെ ഒരു പാട്ട് പാടി കുട്ടിക്ക് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു എന്ന് ആ പെർസിസ്റ്റോൺ പറയുന്നുവെങ്കിൽ അത് പെർസിസ്റ്റോണിന്റെ വിവരക്കേടാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വയം പുകഴ്ത്തി പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി ഒരു പറയുന്നതാണ്. പിന്നെ ഒരു പാട്ട് കേട്ട് ലോകത്തിൽ ആർക്കും ഒരു രോഗസൗഖ്യവും ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് അവരെ പാട്ട് കേട്ട് ഒരു സ്ത്രീയുടെ ട്യൂമർ അപ്രത്യക്ഷമായി പോയി, രോഗസൗഖ്യമായി എന്നാണ്. യേശുക്രിസ്തുവിന് മുമ്പും അനേകം ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചകന്മാർ അനേകം പേരെ രോഗങ്ങൾ സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ഉയിർപ്പിച്ചിട്ടുണ്ട്, പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. അതേ ആത്മാവാണ് യേശുക്രിസ്തു വന്നത്. ആ ആത്മാവാണ് യേശുക്രിസ്തുവും അതുപോലെ ചെയ്തത്. യേശുക്രിസ്തു പോയതിനു ശേഷം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അനേകം പേരെ രോഗങ്ങളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവരെ ആരും ഒരു പാട്ട് പാടിയോ അല്ല പാട്ട് പാടിയ ഒരു പാട്ടിന്റെ റെക്കോർഡ് ശേഖരിച്ച് ഒരിടത്ത് സ്ഥാപിച്ച് അങ്ങനെയും ആർക്കും രോഗസൗഖ്യം ഉണ്ടായതായിട്ട് അറിവില്ല. അങ്ങനെ ഒരു കൽപ്പനയും ദൈവജനത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പാട്ട് കേട്ട് ഒരു ട്യൂമർ രോഗികൾ സൗഖ്യമായി എന്ന് പറഞ്ഞത്? ഇത് ശുദ്ധ ഫോഷ്കല്ലേ പെർസിസെ. നിങ്ങൾ പാടിയതേ പക്കാ വിവരക്കേട് പാടിയതിൻ്റെ കൂടെ ഈ വിവരമില്ലായ്മ കൂടി പ്രസംഗിക്കുന്നത് വളരെ ബുദ്ധിമോശമല്ലേ? ദൈവം അന്ധനാണോ? അതോ ദൈവം ബധിരനാണോ? അതോ ദൈവത്തിന് ചിന്തിക്കാനുള്ള ഒരു മനസ്സില്ലേ, ഒരു ഹൃദയമില്ലേ? നിങ്ങൾ ഈ വിവരക്കേട് പറയുന്നത് അതിൻ്റെ ആ പാപത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? പാപം എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകമുള്ള എല്ലാ പുസ്തകങ്ങളിലും ദൈവം കൽപ്പിച്ചിട്ടുള്ളത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും, ചെയ്യണം എന്ന് ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം. അതല്ലാതെ വേറൊരു പാപം ഭൂമിയിലില്ല. നിങ്ങൾ ഈ വിവരക്കേട് ഏതോ ഒരു മനുഷ്യൻ എഴുതിയ ഒരു പാട്ട് നിങ്ങൾ പാടി, ആ പാടിയ പാട്ട് ഹിറ്റായപ്പോൾ അത് ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം തരുന്ന കൃപയാണെന്നും, ഞാൻ പാട്ട് പാടിയപ്പോൾ രോഗികൾ സൗഖ്യമായെന്നും, ചില കുഞ്ഞു കുട്ടികൾക്ക് പോലും പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്ത് വിവരക്കേടാണ്. അങ്ങനെയാണ് AR റഹ്മാന്റെ പാട്ട് കേട്ടല്ലോ പിള്ളേർ തുള്ളി ചാടുമല്ലോ. അപ്പൊ അതൊക്കെ പരിശുദ്ധാഭിഷേകമാണ്. തീയായി വരണമേ, തീയായി ഇറങ്ങി വരണമേ എന്ന് പാടുമ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിതൊരു ഒരു ഭാവന പാട്ടല്ലേ, പല ഭാവനാ സൃഷ്ടികളല്ലേ, ആ ഭാവനാ സൃഷ്ടികൾ പാടിയായിരിക്കാം എന്ന് എനിക്ക് തോന്നി. പിന്നീട് ഇവരെ ഒരിക്കൽ ഒരു പ്രസംഗം, ഒരു യൂട്യൂബ് വീഡിയോ കാണുവാനായി, അതും ഇത് അടുത്ത കാലത്താണ് ഞാൻ കാണുവാനിടയായത്. അത് കേട്ടപ്പോഴാണ്
എന്തായാലും ഇനി വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവരെ പറയുന്നത്, ഞാൻ ഈ തീയായി ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനമാണ്. അവൻ പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ തീയാണ് ഞാൻ ഈ പറയുന്ന തീയായി ഇറങ്ങി വരണമേ എന്ന് പറയുന്നത്. എന്ത് ശുദ്ധ വിവരക്കേടാണ് പ്രസിസ് ജോണെ നിങ്ങൾ ഈ പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, ദേവദാസൻ ഇപ്പം പറഞ്ഞതുപോലെ കർത്താവ് വേഗം കടന്നു വരുന്നു. എങ്ങനത്തെ സഭയെ കൊണ്ടുപോകാൻ, എങ്ങനത്തെ ഒരു മണവാട്ടിയെ കൊണ്ടുപോകാനാ വരുന്നത്? കളങ്കമില്ലാത്ത, ചുളുക്കമില്ലാത്ത, കറയില്ലാത്ത, ആമേൻ, ഒരു ഹോളി ആയ ഒരു വിശുദ്ധിയുള്ള ഒരു മണവാട്ടി സഭയാണ് ദൈവം കൊണ്ടുവരാൻ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് തീയുടെ ഒരു അഭിഷേകം വേണം. നമ്മളുള്ള അശുദ്ധി എല്ലാം ഒന്ന് മാറണം. ഇന്നാലും നമുക്ക് കർത്താവ് വരുമ്പോ പോകാം. നമുക്ക് ആ വേദഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കാം. അത് മത്തായി എഴുതിയ സുവിശേഷം 3:11 ഭാഗത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:16 പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം ഏൽപ്പിക്കും. രണ്ടാമത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:16 യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനോടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഈ 2 വചനത്തിലും പറഞ്ഞ തീയാണ് ഇവർ ഈ പാടുന്നത്. ഈ തീയായി ഇറങ്ങി വരണമേ. നമ്മുടെ റജി നാരായണൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു അടിച്ചുപൊളിപ്പം പാട്ടാണ്. അവരെ പാട്ട് ഹിറ്റാവാൻ വേണ്ടി കുറെ വരികൾ കൂട്ടിച്ചേർത്തു. ഇവരെ ഇത് കേട്ട് പാടി ആ പാട്ട് ഹിറ്റായപ്പോൾ ഞാൻ പാടുന്നത് ഭാരതദേശത്തിന്റെ ഉണർവിനായി പാടുകയാണെന്നാണ്. നിങ്ങൾ ഈ പാടുന്ന തീ എന്താണെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ വായിച്ച ഈ 2 വചനങ്ങൾ തൊട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, യോഹന്നാൻ യേശു ക്രിസ്തു തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. ആ സ്നാനത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കുക. ഈ പെന്തക്കോസുകാരുടെ ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു മുറി വചനം കൊണ്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതിന് മുൻപേ ഉള്ള വചനങ്ങളും വായിക്കൂല, അത് പിന്നിലുള്ള വചനങ്ങളും വായിക്കൂല. അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അവർ തെറ്റിദ്ധരിപ്പിക്കുക. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ ഒരു വിധേനയും ദൈവവചനം അത് പഠിക്കുവാനോ അത് അനുസരിക്കുവാനോ ചെയ്യാതെ അവര് ഇവരുടെ ഉപദേശങ്ങൾക്ക് കീഴടങ്ങി പോകുന്നു. അവർ നിത്യനരകത്തിന് യോഗ്യരാകുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നിനക്ക് ഈ ഉപദേശിക്കുന്ന നിനക്ക് എന്ത് നേട്ടം? വിശ്വാസിക്ക് എന്ത് നേട്ടം? ഈ പ്രസിസ്റ്റൂടെ നിങ്ങൾ ഈ പാടി നിങ്ങൾക്ക് എന്ത് നേട്ടം? ആ നേട്ടം എന്താണെന്ന് അടുത്ത വരി വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. 12 വായിക്കുകയാണ്. വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അതായത് കൊയ്ത്തുകാലത്ത് നെല്ല് ശേഖരിച്ചു കഴിഞ്ഞാൽ വീശുമുറമുണ്ട്. അതിനെയും പതിരിനെയും രണ്ടായി മാറ്റുന്ന അവസ്ഥ. അത് മത്തായി സുവിശേഷം 25 പറയുന്നു. കോലാടുകളെയും ചെമ്മരിയാടുകളെയും 2ആയി വേർതിരിക്കുന്നു. അതേപോലെ ഇവിടെ പറയുന്നത് ഗോതമ്പിനെയും പതിരിനെയും 2ആക്കി മാറ്റുവാൻ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിക്കും. ഉപയോഗയോഗ്യമായ സാധനം ഗോതമ്പ്, അത് കളപ്പുരയിൽ ശേഖരിക്കും. പിന്നെയുള്ളത് പതിരാണ്. പതിര് എന്തിനാ ഉപയോഗം? അതിന് ഒരു ഉപയോഗമില്ല. ആ പതിരിനെ കൂട്ടി കെടാത്ത തീ, ഒരിക്കലും അണയാത്ത തീ, അത് പതിര് പൂർണ്ണമായും കത്തി നശിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീയിൽ ഇട്ട് ചുട്ടുകളയും ചെയ്യുമെന്നാണ് അവിടെ യേശു പറഞ്ഞത്. ഈ പെന്തക്കോസുകാരൊക്കെ ന്യായവിധിയിൽ ഈ പതിര് എടുത്ത് ചുടുവാനുള്ള തീയാണോ നിങ്ങൾ ഇറങ്ങി വരണമേ എന്ന് പാടുന്നത്? ആണോ സഹോദരി? ഈ ഗോതമ്പ് ഇന്ത്യയിലില്ലേ? ഇന്ത്യയുടെ രക്ഷയ്ക്കായി നിങ്ങൾക്ക് ദൈവം തന്ന ഒരു പാട്ടത്തിൽ നിങ്ങൾ അവകാശപ്പെടുന്നു. അപ്പൊ ഇന്ത്യയിൽ ഗോതമ്പ് വേണ്ടേ? പതിര് മാത്രം മതിയോ? അത് കത്തിക്കാൻ വേണ്ടി തീ മാത്രം ഇറങ്ങി വന്നാണോ? അതാണോ ഇന്ത്യയുടെ
ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നത്? ഇനി നമുക്ക് അടുത്തൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ പറയും, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. അപ്പൊ പെന്തക്കോസുകാരൊക്കെ നല്ല ഫലം കായ്ക്കാത്ത മക്കളാണോ? ദൈവത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളിൽ ഫലം കായ്ക്കാത്തത് കൊണ്ട് ദൈവരാജ്യം ജാതികളിലേക്ക് വന്നു എന്നാണ്. അപ്പൊ ആ ജാതികൾ അത് ഇസ്രായേൽ മക്കൾ പോലെ ആയില്ലെങ്കിൽ, ദൈവം ആഗ്രഹിച്ച ദൈവത്തിന്റെ മക്കളെ പോലെ ആയില്ലെങ്കിൽ അതിനെയും വെട്ടി മുറിച്ച് തീയിലിടുമെന്നാണ് അവിടെയും പറയുന്നത്. അപ്പോൾ ആ തീയാണോ ഇനി ഇറങ്ങി വരേണ്ടത്? അതാണ് ഭാരതത്തിന്റെ ഉണർവ്. ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കുവാൻ ഉണ്ടാക്കിയ പെന്തക്കോസുകാര്, അല്ലെ സുവിശേഷം ഇന്ത്യയിൽ പടർത്തുവാൻ വന്ന പെന്തക്കോസുകാര് സാത്താന്റെ വചനങ്ങൾ അനുസരിക്കുവാനാണോ നിങ്ങൾ തീ ഇറക്കി വിടുന്നത്? ദൈവത്തിന് വേണ്ടി കളപ്പുരയിൽ ഗോതമ്പ് സൂക്ഷിക്കുവാൻ ഒന്നും വേണ്ടേ? അല്ലെങ്കിൽ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ദൈവത്തിന് വേണ്ടേ? യേശു എപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ വളരെ ഉപമകളായി പറയുന്നുണ്ട്. 10-20 ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് 4 സുവിശേഷത്തിൽ കൂടി യേശു പറയുന്നുണ്ട്. ഈ വയലിലെ ഒരു ഉപമ യേശു പറയുന്നുണ്ട്. അപ്പൊ ആ ഉപമ യേശു പറഞ്ഞെങ്കിലും അത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു മടങ്ങി വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 36 മുതൽ തുടങ്ങുന്ന ഭാഗം. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന്റെ വിശദീകരണം, അതിന്റെ വ്യക്തമായ ഒരു ഉപദേശം മനസ്സിലാക്കി പഠിപ്പിച്ചു തരണമെന്ന് ശിഷ്യന്മാർ അപേക്ഷിച്ചപ്പോൾ യേശു അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോക അവസാനം എന്നാണ് യേശു അവിടെ പഠിപ്പിച്ചത്. കൊയ്യുന്നവർ ദൂതന്മാർ കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവൻ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂട്ടിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നാണ് യേശു പ്രവചിച്ചു പറഞ്ഞത്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവനെയാണ് ദൈവപുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. അവൻ എപ്പോഴും നല്ല വിത്ത് മാത്രമേ വിതയ്ക്കുകയുള്ളൂ. നല്ല വിത്ത് എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം പറഞ്ഞ വചനം ഒന്നും കൂട്ടിച്ചേർക്കാതെ അതേപടി മറ്റുള്ളവരെ ഉപദേശിക്കുന്നവനാണ് ദൈവത്തിന്റെ പുത്രൻ. വയൽ എന്നുള്ളത് ലോകം, നമ്മൾ ഈ കാണുന്ന ഭൂമി എന്ന് പറയുന്നത്, അതിൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവരുണ്ട്, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാത്തവരുണ്ട്, ദൈവത്തിന്റെ വാക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദുരുപദേശം പ്രചരിപ്പിക്കുന്നവരുണ്ട്. 3 വിഭാഗം ആൾക്കാരുണ്ട്. അതാണ് ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരെന്നാണ്. അടുത്ത കള എന്നുള്ളത് ദുഷ്ടന്റെ പുത്രന്മാരാണ്. ദൈവം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നവനാണ് പിശാച്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആദാമിനും ഹവ്വയിലും തുടർന്ന ഉപദേശമാണ്, ദുരുപദേശമാണ്. അത് ഇന്നും തുടരുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു ക്രിസ്തീയ സഭകളും ഇല്ല. എല്ലാം ദുരുപദേശ സഭകളാണ്. ഒരു വചനം അനുസരിക്കും, മറ്റു വചനം അനുസരിക്കില്ല. അല്ല വേറൊരു സഭയാണെങ്കിൽ യാതൊരു വചനം അനുസരിക്കും, മറ്റു വചനങ്ങൾ അനുസരിക്കില്ല. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടായ എതിർക്രിസ്തുവിന്റെ ആത്മാവ് ഭരിക്കുന്ന സഭകളാണ് ഇന്നത്തെ ക്രൈസ്തവ സഭകൾ. അപ്പൊ ആ കള എന്നുള്ളത് ദുഷ്ടന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടുള്ള ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവനാണ് ദുഷ്ടന്റെ ആത്മാവുള്ളവൻ. കള എന്നുള്ളത് ദുഷ്ടന്റെ പുത്രനാണ്.
ദുഷ്ടന്റെ ആത്മാവ് വസിക്കുന്നവനാണ് ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിധിച്ച ശത്രു പിശാച്. കൊയ്ത്ത് എന്നുള്ളത് ലോകാവസാനമാണ്. അപ്പൊ ലോകാവസ്ഥ സംഭവിക്കുന്ന ഒരു തീയെ പറ്റിയാണ് അവിടെ യേശു വിശദീകരിച്ച് പറഞ്ഞത്. അത് കൊയ്യുന്നത് ദൂതന്മാർ കളകൂട്ടി തീയിലിട്ട് ചുടുംപോലെ ലോകാവസാനം സംഭവിക്കും എന്നാണ് അവിടെ യേശു പറഞ്ഞത്. അപ്പൊ പെന്തക്കോസ്തുകാർക്ക് ലോകാവസാനത്തിൽ തീ കിടന്ന് ചാവാനാണ് പ്രിയ സഹോദരി പെർസിസ് ജോണെ നിങ്ങൾ ഈ തീയായി ഇറങ്ങി വരുവാൻ വേണ്ടി പാട്ട് പാടിയത്. ഒരു സാമാന്യ കോമൺ സെൻസിൽ ഒരു വചനം, ഇപ്പം യോഹന്നാൻ എഴുതിയ ഉപദേശം എന്ന് നിങ്ങൾ പ്രസംഗിച്ച് പറഞ്ഞു, അതിന് തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചുകൂടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കൂടെ ആ തീ എന്നുള്ളത് ലോകാവസാനം സംഭവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുള്ള ശിക്ഷാവിധിയായ നരകത്തിലുള്ള തീയെ പറ്റിയാ പറയുന്നത്. ആ തീ ഇറങ്ങി വരുവാൻ നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കുന്നു? അതൊരു പ്രാർത്ഥനയാണ്. എനിക്ക് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ വയ്യേ, ആ തീ ഇനി ഇറങ്ങി വരണേ, ലോകാവസാനത്തിൽ കൊയ്ത്തുകാലത്തുള്ള തീ ഇനി ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞത് പെന്തക്കോസ്തുകാരെ നശിപ്പിക്കാൻ വേണ്ടിയാണോ പ്രിയ സഹോദരി? പുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവൻ തന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത്. രണ്ട് വിഭാഗക്കാരാണ് നരകത്തിന് യോഗ്യരായ ആൾക്കാർ. അതായത് എല്ലാ ഇടർച്ചകളും ഉണ്ടാക്കുന്നവർ. ഇടർച്ച എന്ന് പറഞ്ഞത് ഇപ്പം നീതി പ്രവർത്തിക്കുന്നവർക്ക് എതിരെ അനീതി പ്രവർത്തിക്കുവാൻ ഉപദേശിക്കുന്നവരാണ് ഇടർച്ച ഉണ്ടാക്കുന്നവർ. അല്ലെങ്കിൽ അധർമ്മം അധർമ്മം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർ. ഇവർ രണ്ടുപേരെയും കൂട്ടിച്ചേർത്താണ് തീച്ചൂളയിൽ ഇടുന്നത്. അവിടെ ഉണ്ടാകുന്ന രണ്ട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ കരച്ചിൽ എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിന്റെ വചനം അറിഞ്ഞില്ലല്ലോ, അത് അനുസരിച്ചില്ലല്ലോ എന്നുള്ള ചിന്താഗതിയുള്ള മനുഷ്യരുടെ ഒരു അവസാനത്തെ അവരുടെ കരച്ചിലാണ്. പിന്നെ പല്ലുകടി എന്നുള്ളത് തങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനെ പറ്റിയുള്ളതാണ് അവിടെ പല്ലുകടി എന്ന് പറഞ്ഞത്. അതായത് ദൈവത്തിന്റെ ജനം ആവുവാൻ വേണ്ടി ഞങ്ങളെ ദുരൂപദേശത്തിന്റെ വഴിയിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. ഇന്നത്തെ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളും അങ്ങനെ ഉള്ളത് തന്നെയാണ്. അവരെ ദൈവത്തിന്റെ സഭ അല്ലെ ക്രൈസ്തവ സഭ എന്ന് പേരും ബോർഡും വെച്ച് പരസ്യം ചെയ്തിട്ട് അവിടെ തെറ്റായ ബൈബിൾ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ ദൈവത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുന്ന അനേകം വിശ്വാസികളുണ്ട്. അവർ ആ അന്ത്യകാലത്ത് അവർ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. കാരണം അവർ ദൈവത്തിന്റെ വചനം അറിഞ്ഞിട്ടില്ല, അനുസരിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. കാരണം ബൈബിൾ കയ്യിലുണ്ട്, അതിന്റെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിലും അത് പഠിപ്പിച്ചു തരുവാൻ ആരുമില്ല. തെറ്റായി പഠിപ്പിച്ച് തങ്ങളെ വഞ്ചിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. അവരാണ് പല്ലുകടിക്കുന്നത്. അവരെ ഉപദേശിച്ചവരെ, അവരെ കബളിപ്പിച്ച ആ സഭയ്ക്കെതിരെയുള്ള പല്ലുകടിയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ പല്ലുകടിയിൽ ഈ പെർസിസ് ജോണെ നിങ്ങളും ഉണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾ അച്ഛൻ പാസ്റ്ററല്ലേ, നിങ്ങളുടെ ഭർത്താവ് പാസ്റ്ററല്ലേ, നിങ്ങൾ ഈ ബൈബിളൊക്കെ എടുത്ത് വായിച്ചൂടെ? യോഹന്നാൻ പറഞ്ഞ 2 സ്നാനത്തെപ്പറ്റി, അല്ലെ പരിശുദ്ധാത്മാവെന്ന സ്നാനവും അല്ലെങ്കിൽ തീ എന്ന സ്നാനം, അത് എന്താണെന്ന് പഠിപ്പിച്ചാൽ ഒരു സാമാന്യ വിവരം എങ്കിലും നിങ്ങൾക്കില്ലേ? ഈ തീയെപ്പറ്റി വേറൊരു ഉപമയും പറയുന്നുണ്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായം 20 ഭാഗത്ത്. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും എന്ന് പറയുന്നു. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേദനിക്ക് തീച്ചൂളയിൽ ഇട്ടുകളയും എന്നും അവിടെ ആവർത്തിച്ച് പറയുന്നു. ഇവിടെയും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. എന്നതിന് അവർ ഉവ് എന്ന് പറഞ്ഞു. അതുപോലെ യേശു പ്രിയ പെർസിസ് ജോണെ നിങ്ങളോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഗ്രഹിച്ചുവോ? അതോ ഇങ്ങനെ പാട്ടും പാടി നടന്നാൽ മതിയായോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം പാട്ടുകളും പാടി, അത് പാട്ട് പാടിയതും പോരാ, തെറ്റായിട്ടുള്ള ഒരു പ്രസംഗം കൂടെ നടത്തി നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? പിന്നെ അവസാനമായി എനിക്ക് ഒന്ന് പറയുവാനുള്ളത്, ആകാശത്ത് തീ ഇറക്കുവന്നത് ജനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, തീയെ ഇറങ്ങി വരണമേ എന്ന് ചിന്തിക്കരുത് എന്നാണ് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ തീയോട് ഇറങ്ങി വരുവാൻ ആവശ്യപ്പെടുമോ? അതുമായി ബന്ധപ്പെട്ട വചനം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ചുരുക്കുകയാണ്.
അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-54 വാക്യം. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നതോ സമ്മതമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നു എന്ന് പറഞ്ഞു. ഈ തീ ഇറക്കി ശത്രുക്കളെ നശിപ്പിക്കുന്നത് പഴയ നിയമമാണ്. പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ മനുഷ്യനെ നശിപ്പാനല്ല, അവനെ രക്ഷിപ്പാനത്രേ ദൈവം യേശുവിനെ അയച്ചത്. ആ യേശു അനേകം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരും ചെയ്യേണ്ട കടമ അതാണ്. മനുഷ്യനെ നശിപ്പാനല്ല, മനുഷ്യനെ രക്ഷിപ്പാനത്രേ ഭൂമിയിൽ വന്നത്. യാക്കോബും യോഹന്നാനും കൂടി ആകാശത്ത് തീ ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ യേശു അവിടെ ആദ്യം ചോദിച്ചത്, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് ഏത് ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവരിലും ആത്മാക്കൾ പലരും വന്ന് പരീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു തിരിച്ചറിവ്, ദൈവപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണനെ നശിപ്പാനല്ല, അവരെ രക്ഷിപ്പാനാണ്. അത് മാത്രമല്ല, ഏത് ആത്മാവാണ് നമ്മൾ വസിക്കുന്നു എന്നുള്ള ചിന്ത കൂടി നമുക്ക് ഉണ്ടാകണം. ഈ ഒരു ചിന്ത പ്രിയ പെർസിസ് ജോണെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിരിച്ചറിയുക. അല്ലെ, വേറെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാടുമ്പോൾ പലപ്പോഴും പറയുന്നു, ഞാൻ വർഷിപ്പ് ലീഡറാണ്, ഒരു ഗായികയായി വന്ന് ഞാൻ വർഷിപ്പ് ലീഡറായി മാറി. വർഷിപ്പ് ലീഡർ എന്ന് എന്തോ ആണ്? വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നാണ് അർത്ഥം, ദൈവത്തെ ആരാധിക്കുക എന്നുള്ള അർത്ഥം. ദൈവത്തിന്റെ ആരാധന എന്നുള്ളത് പാട്ട് പാടുന്നതല്ല. അത് ആരാണ് നിങ്ങൾ ഉപദേശിച്ചത് പാട്ട് പാടുന്നതാണ് ആരാധന എന്ന്? ആരാധന എന്നുള്ളത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ അനുസരിക്കുക, അതാണ് ആരാധന. ദൈവത്തിന്റെ വചനം, ആ ആരാധന എന്തെന്ന് അറിയണമെങ്കിൽ, നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം പഠിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രമാണിക്കുകയും വേണം. ആ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ആരാധന. അതിന് ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം രാജ്യത്ത് ഫറവോന് അടിമകളായിരുന്ന കാലഘട്ടം. ഫറവോന് അടിമയായിരിക്കുക എന്നുള്ളത് ഫറവോൻ പറയുന്നത് അനുസരിക്കുക. അത് ഫറവോനെ ആരാധിക്കുന്ന രീതിയാണ് അന്ന് അവരെ അവിടെ നിന്നും മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു. അത് മോശയാണ്. മോശയോട് ദൈവം ആദ്യം കൽപ്പിച്ചത് ഫറവോന്റെ അടുത്ത് ചെല്ലുക, ഫറവോൻ എന്റെ ജനത്തെ തിരികെ മടക്കി കൊണ്ടുവരണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫറവോനോട് പറയണം, എന്റെ ജനത്തെ എനിക്ക് ആരാധിക്കുവാൻ ആവശ്യമുണ്ട്. അങ്ങനെ മടക്കി കൊണ്ടുവന്ന ജനത്തോട് ദൈവം കൊടുക്കുന്നത് 10 കൽപ്പനകളാണ്. അത് അനുസരിക്കുവാനാണ് ദൈവം അവരോട് കൽപ്പിക്കുന്നത്. അതാണ് ആരാധന, അനുസരണ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുക, അതാണ് ആരാധന. അല്ലാതെ പാട്ടുപാടി ഇത്തരം വിവരക്കേടുകൾ പാടുന്നതല്ല ആരാധന. പ്രിയ സഹോദരി, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിഷമമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാനൊരു സുവിശേഷകനാണ്. ദൈവത്തിന്റെ വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആ ഒരു ജോലിയാണ് ഞാൻ അവിടെ നിർവഹിച്ചത്. അതുകൊണ്ട് ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.